ഹലോ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റാം ക്യാഷ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്സ്. അത് വിൻഡോസ് 10 ഓർ വിൻഡോസ് 11 ഇതിൽ രണ്ടിലും സെയിം സ്റ്റെപ്പാണ്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് മെനുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാസ്ക് മാനേജർ എടുക്കുക. ടാസ്ക് മാനേജർ വിൻഡോയിൽ നമുക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യാം. പെർഫോമൻസിൽ മെമ്മറി ടോട്ടൽ ഈ സിസ്റ്റത്തിൽ 12 GB മെമ്മറി ഉണ്ട്. അതിൽ 4.6 GB ആണ് നമ്മൾ ക്യാഷ്ഡ് മെമ്മറി ആയിട്ട് കിടക്കുന്നത്. ഈ ക്യാഷ് മെമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ തന്നെ ഉള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയറാണ്. സോഫ്റ്റ്വെയറിൻ്റെ പേര് റാം മാപ്പ് എന്നാണ്. മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്. 671 KB ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് റാർ ഫയലായിട്ടായിരിക്കും വരുന്നത്. അതിനെ എക്സ്ട്രാക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം റാം മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓപ്ഷൻ കൊടുക്കുക. റണ്ണേഴ്സ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ലൈസൻസ് എഗ്രിമെൻറ്റിൻ്റെ വിൻഡോ ആണ്. അന്നേരം എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് 1 സെക്കൻഡോ 1-2 സെക്കൻഡ് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ആ വിൻഡോ കംപ്ലീറ്റ് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന വിൻഡോ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, ഈ കാണുന്ന 4.7 GB ക്യാഷ് മെമ്മറിയാണ് നമ്മളിപ്പം എന്താ ചെയ്യുന്നത്, ക്ലിയർ ചെയ്യാൻ പോകുന്നത്. റാം മാപ്പിൽ MT എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ MT സ്റ്റാൻഡ് ബൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 4.7 GB ക്യാഷ് ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറി ക്ലിയറായി 203, 204, 218 ജസ്റ്റ് ചെറിയൊരു വേരിയേഷനിൽ അങ്ങനെ ക്ലിയറായി. അപ്പം 4.7 GB എന്ന് പറയുന്ന ആ ക്യാഷിൽ നിന്നും 200 സംതിങ് MB നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ തന്നെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു ടിപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.